അങ്ങനെ ഇനി മുതൽ നമ്മുടെ സംസ്ഥാനം ഇംഗ്ലീഷിലും കേരളം എന്നറിയപ്പെടും. അതിനുള്ള നിയമം ഇന്ന് പാർലമെന്റ് പാസ്സാക്കി. ബെസ്റ്റേ. അത് വലിയ ആനക്കാരും ചെയ്തു എന്ന പോലെയാ BJP-ക്കാരും ആ കേന്ദ്ര ഗവൺമെന്റും ഒക്കെ എടുത്തു പറയുന്നത്. മലയാളികൾ എക്കാലം ഈ സംസ്ഥാനത്തെ കേരളം എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ കേരള എന്നും ഹിന്ദി ആകുമ്പോൾ കേരൾ എന്നും അറിയപ്പെട്ടിരുന്നു. സ്ഥലപ്പേരുകൾ വിളിക്കപ്പെടുന്നത് പോലെ എഴുതാമെന്നുള്ളത് നിലവിൽ വന്നൊരു കാലം കുറയായി. ട്രിവാൻഡ്രം അങ്ങനെയല്ലേ തിരുവനന്തപുരമായത്, കാലിക്കട്ട് കോഴിക്കോടായി, അങ്ങനെ പലതും. ആ കൽക്കട്ട കൊൽക്കത്ത അങ്ങനെയൊക്കെ മാറിയിട്ട് കാലം കുറയായതാ. അങ്ങനെ നോക്കുമ്പോ ഇതൊരു മാറ്റമേ അല്ല എന്ന് പറയേണ്ടി വരും. അതെന്തോ ആവട്ടെ, ഈ പേര് മാറ്റുന്നതിന് പകരം കേരളത്തിലേക്ക് എന്തെങ്കിലും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി കൊണ്ടുവന്നിരുന്നെങ്കിൽ മലയാളിക്ക് സന്തോഷമായനെ, ഒരു ഓണസമ്മാനമായനെ. ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്ന പാലക്കാട് കോച്ച് ഫാക്ടറിയും പൂട്ടി. അതേ ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓർക്കണം, ആ പാലക്കാട് കോച്ച് ഫാക്ടറിന് വേണ്ടി 236 ഏക്കർ കേരള ഗവൺമെന്റ് ഏറ്റെടുത്ത് കേന്ദ്രത്തിന് കൈമാറിയിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇപ്പൊ ഒരു പ്രതീക്ഷ നോക്കിയിരുന്നു, ഒന്നും വന്നില്ല. എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരാമായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി എത്രയെണ്ണം വന്നു കേരളത്തിൽ ഈ 10 വർഷത്തിനിടയ്ക്ക് 12 വർഷത്തിനിടയ്ക്ക്? ഒന്നും വന്നില്ല. ആകപ്പാടെ പറയാനുള്ളത് വിഴിഞ്ഞം മാത്രമാണ്. അത് അദാനി, ആ പ്രധാനമന്ത്രിയുടെ ഉറ്റ സുഹൃത്ത്, അങ്ങേരും വിറ്റ് കൈമാറുകയാണ്. അതല്ലാതെ ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കോ യുവജനങ്ങൾക്കോ ഇവിടെ ജോലി ലഭിക്കാൻ ഉതകുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി ഒന്നുമേ ഇല്ല തന്നെ. കോഴിക്കോട് കിനാലൂരിൽ എയിംസ് വരുന്നുവെന്നും പറഞ്ഞ് നോട്ടിഫിക്കേഷൻ നടത്തി. എന്നിട്ട് സ്ഥലം ഏറ്റെടുത്തോ? ഇല്ല. ഇപ്പോൾ അവിടുത്തുകാർക്ക് ആ സ്ഥലം വിൽക്കാനും മേല, പണയം വയ്ക്കാനും മേല, ഗവൺമെൻറ് ഓട്ട് ഏറ്റെടുക്കുന്നുമില്ല. ഇപ്പോൾ കേൾക്കുന്നു എയിംസ് വരാൻ പോകുന്നത് കോഴിക്കോട്ടല്ല കോട്ടയത്താണെന്ന്. എന്താ കഥ? പക്ഷെ വികസനമുണ്ട്, ഇവിടെയല്ല, ഗുജറാത്തില്. ആ ഗുജറാത്ത് പ്രധാനമന്ത്രി, ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി, സ്വാഭാവികം അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷേ കേരളവും ഈ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ്. നമുക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ആ റെയിൽവേ കോച്ച് ഫാക്ടറിയോ സിൽവർ ലൈനോ ഒന്നും കേരളത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഏറ്റെടുത്ത സ്ഥലം ഡീനോട്ടിഫൈ ചെയ്ത് ആ സ്ഥലം സംസ്ഥാനത്ത് കൈമാറണ്ടേ? അതുമില്ല. ആ സ്ഥലം അങ്ങനെ വെറുതെ കിടക്കുക, കാട് പിടിച്ച്. അത്ര തന്നെ. ഏതാണെങ്കിലും സതീശൻ ഗവൺമെന്റ് നല്ല കാര്യം ചെയ്തു. സിൽവർ ലൈന എന്ന് പറഞ്ഞ് നോട്ടിഫൈ ചെയ്തൊക്കെ ഡീനോട്ടിഫൈ ചെയ്തു. അവിടെ ഗുണമെന്താ? ആ പ്രദേശത്തുള്ളവർക്ക് തങ്ങളുടെ സ്ഥലം വിൽക്കാനോ പണയം വയ്ക്കാനോ ക്രയവിക്രയം ചെയ്യാനോ ഒക്കെ സാധിക്കും. അതൊരു ഉപകാരം ചെയ്തു. അതെങ്കിലും ചെയ്തുകൂടെ പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ കാര്യത്തില്? ഇവിടെ ഇങ്ങനെ വായി തോരന് കുമ്പിളി കഞ്ഞി, മലയാളിക്ക് ഇത് മതി, അത്ര തന്നെ. നമുക്ക് അഭിമാനിക്കാം, ഇനിമേൽ കേരളം എന്നറിയപ്പെടും. താങ്ക് യു.